യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ അധികം പേരും. എന്നാൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. കൂടുതൽ കൃത്യമായ, ആധികാരികമായ, ക്രിയാത്മകമായ കണ്ടന്റ് മാത്രമേ ഇനി യൂട്യൂബിൽ വിറ്റുപോകുകയുള്ളൂ. ജൂലൈ 15 മുതലാണ് പുതിയ പോളിസി നിലവിൽ വരുന്നത്. AI ക്രിയേറ്റഡ് വീഡിയോകൾക്കും മറ്റൊരാളുടെ ഉള്ളടക്കം സ്വന്തമായി യാതൊരു ഇൻപുട്ടും ഇല്ലാതെ അപ്ലോഡ് ചെയ്യുന്നവർക്കും ഇനി യൂട്യൂബ് പണം നൽകില്ല. വീഡിയോയുടെ ഒറിജിനൽ ശബ്ദം ഉൾപ്പെടെ മോണിറ്റൈസേഷൻ പരിധിയിൽ ഉൾപ്പെടും. ഒരു വീഡിയോ തുടർച്ചയായി ഉപയോഗിക്കുന്നതും തടയുകയാണ് ലക്ഷ്യം. ലോ എഫേർട്ട് വീഡിയോകൾ മോണിറ്റൈസേഷൻ പരിധിയിൽ ഉൾപ്പെടില്ലെന്നതാണ് യൂട്യൂബ് അറിയിച്ചിട്ടുള്ളത്. സ്വന്തമായി യാതൊരു സംഭാവനയുമില്ലാത്ത വീഡിയോകൾ യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതോടെ AI വീഡിയോകളിലൂടെ കണ്ടന്റുകൾ ഇടുന്നവരെയും വോയിസ് പോലും മാറ്റം വരുത്താതെ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെയും ബാധിക്കും. യൂട്യൂബ് മോണിറ്റൈസേഷൻ പരിധിയിൽ വരാൻ ഒരു വർഷത്തിനകം 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ ആളുകൾ ചാനലിലെ വീഡിയോ കാണുകയും ചെയ്യണം. അതുമല്ലെങ്കിൽ 10 മില്യൺ പബ്ലിക് ഷോർട്ട് വ്യൂ ഉണ്ടാകണമെന്നുമാണ് നിബന്ധന. പുതിയ പോളിസി ലംഘിച്ചാൽ ഏതെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് വിവരമില്ല. പുതിയ നയത്തിൽ ഏറെ അവ്യക്തതകൾ ഉണ്ടെന്നാണ് ക്രിയേറ്റർമാർ ചൂണ്ടിക്കാട്ടുന്നത്.